ഫുക് ലുക് ഷൗ എന്നത് ചൈനീസ് വിശ്വാസമനുസരിച്ചുള്ള 3 സ്റ്റാർ ഗോഡ്സ് എന്നാണ് പറയുക. അഭിവൃദ്ധി, ഭാഗ്യം, ആരോഗ്യം എന്നാണ് അർത്ഥം. നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ, ആസ്ട്രോളജിയിൽ, ജ്യോതിഷത്തിൽ 3 എന്നാൽ ജൂപ്പിറ്റർ എന്നാകുന്നു. ഗുരു, വ്യാഴൻ. അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണല്ലോ. മാത്രവുമല്ല, നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം, പ്രമേഹ രോഗം, ദഹനം, പിന്നെ ഫാറ്റിൻ്റെ മെറ്റാബോളിസം, പരിണാമം, ഇതിനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗുരുവാണ്, ജൂപ്പിറ്ററാണ് എന്ന് നമ്മുടെ ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ചൈനീസ് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള 3 സ്റ്റാർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ജൂപ്പിറ്റർ തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്ന ഒന്ന്. അതുകൂടാതെ 2 നക്ഷത്രങ്ങളെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ലോകമെമ്പാടും ഫുക് ലുക് ഷൗ ഡൈനിങ് റൂമിൽ, ലിവിങ് റൂമിലൊക്കെ ഇതിൻ്റെയൊക്കെ വലിയ പ്രതിമകളൊക്കെ വലിയ വലിയ ഹോട്ടൽസിലും വലിയ വലിയ പാലസിൽ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവും അല്ലെങ്കിൽ ശരാശരി വീടുകളിൽ ഒരു വിശ്വാസം, ആരോഗ്യം ആണല്ലോ പ്രധാനം. ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് അനുഭവിക്കാൻ സമ്പത്ത് വേണം. സമ്പത്ത് മാത്രം പോരല്ലോ, ആരോഗ്യം കൂടി ഉണ്ടാവണമല്ലോ. അപ്പോൾ സമ്പത്ത്, ആരോഗ്യം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? സൗഭാഗ്യം വേണം. അപ്പോൾ അതാണ് ഫുക് ലുക് ഷൗ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 3 മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ അനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അതനുസരിച്ച് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, കിടന്നുറങ്ങാൻ വീട്, അങ്ങനെ സുഖസൗകര്യങ്ങൾ കൂടി ഉണ്ടെങ്കിലല്ലേ ഈ ആരോഗ്യം പ്രയോജനം ആവുകയുള്ളൂ. എന്നാൽ അതിന് വേണ്ടുന്ന ലക്ക്, ഫോർച്യൂൺ, സൗഭാഗ്യം, ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. ആരോഗ്യം വേണം, സൗഭാഗ്യം വേണം, സമൃദ്ധി, സമ്പന്നത, പണം, ധനം, എങ്കിൽ മാത്രമേ. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ 1:1:1 ഈക്വൽ റേഷ്യോ, അതാണ് 3. അതാണ് നമ്മുടെ ജൂപ്പിറ്റർ. ഗുരു കടാക്ഷം, വിവേകം, അറിവ്, അനുഗ്രഹം, ഗ്രേസ്ഫുൾനെസ്. അതാണ് ഈ 3 സ്റ്റാർ ഗോഡ്സ് എന്ന് ചൈനീസ് വിശ്വാസമനുസരിച്ച് ഫുക് ലുക് ഷൗ എന്ന് ഇത്തരം സിംബൽസ്. അപ്പോൾ ഈ സിംബൽസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വേണം വയ്ക്കാൻ. അല്ല ഇത് വെറുതെ ഒരു ഷോയ്ക്ക്, ഭംഗിക്ക് ഒരു പീസായിട്ട് വെക്കുന്നുണ്ടല്ല. ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ, പൈസ ഉണ്ടായെങ്കിലും നല്ല ദഹനം വേണം, എങ്കിൽ മാത്രമല്ലേ നമുക്ക് അനുഭവയോഗ്യമാവുകയുള്ളൂ. അല്ല പൈസ ഉണ്ടായിട്ട് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അതാണല്ലോ ഇപ്പോൾ ഒരുപാട് പേർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രമേഹമാണ്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കാശുണ്ടായിട്ട് എന്താ പറയാൻ? നമുക്കെല്ലാം അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് ഗുരുത്വം അനുഗ്രഹമായിട്ട്
നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറയണം. അപ്പോൾ അതിന് വിവേകം, ആധ്യാത്മികമായിട്ടുള്ള വിവേകം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ആരോഗ്യം, ലക്ക്, ഫോർച്യൂൺ മൂന്നും നമുക്ക് ഉണ്ടാവണം. അതാണ് ഗുരു കടാക്ഷം.